ആല പെണ്ണുക്കര ഉത്തരപ്പള്ളിയാറിലേക്ക് കാർ നിയന്ത്രണം തെറ്റി മറിഞ്ഞു. കോടുകുളഞ്ഞി സ്വദേശിയുടെ കാറാണ് മറിഞ്ഞത്. റോഡിന് സമാന്തരമായി ഏകദേശം 8 കിലോമീറ്ററോളം ദൂരം നീളത്തിലാണ് ഉത്തരപ്പള്ളിയാർ ഒഴുകുന്നത്. റോഡിന് ബാരിക്കേഡ് ഇല്ലാത്തതിനാൽ ഇവിടെ അപകടങ്ങൾ പതിവാണ്. ചെങ്ങന്നൂർ ആല ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിൽ പെണ്ണുക്കര തയ്യിൽപ്പടി ജംഗ്ഷനിൽ ഉത്തരപ്പള്ളിയാറിലേക്കാണ് കാർ നിയന്ത്രണം തെറ്റി വീണത്. കൂടുകുളഞ്ഞി പാറയടത്ത് മനുഭവനത്തിൽ മോഹൻകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. മോഹൻകുമാറും മകനും കൂടുകുളഞ്ഞിയിൽ നിന്നും ചെറിയനാട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു. 4 കൂടുന്ന തയ്യിൽപ്പടി ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് ആല വഴിയിലേക്കാണ് കടന്നത്. വഴിമാറിയതിനാൽ വാഹനം പുറകോട്ടെടുക്കുമ്പോഴാണ് ഉത്തരപ്പള്ളിയാറ്റിലേക്ക് പതിച്ചത്. കാറിന്റെ പകുതിയിലേറെ ഭാഗം വെള്ളത്തിൽ മുങ്ങി. ശബ്ദം കേട്ട് ഓടിക്കൂടിയ സമീപവാസികളാണ് യാത്രക്കാരെ രക്ഷപ്പെടുത്തിയത്. കാറിലുണ്ടായിരുന്നവർക്ക് നിസാര പരിക്കേറ്റു. പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് കാർ കരയ്ക്ക് കൊണ്ടുവന്നത്. തയ്യിൽപ്പടി ജംഗ്ഷനിലെ കോടുകുളഞ്ഞി ആല റോഡിലെ അപകടത്തിന് പ്രധാന കാരണം ഉത്തരപ്പള്ളിയാർ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ റോഡിന് ബാരിക്കേഡ് ഇല്ലാത്തതാണെന്ന് നാട്ടുകാർ പറയുന്നു. തയ്യിൽപ്പടി ജംഗ്ഷനിൽ നിന്നും തിരിയുമ്പോൾ ദിക്കറിയാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇല്ലാത്തതും അപകടത്തിന് കാരണമാകുന്നു. ഇവിടെ റോഡിനും അടുത്തുള്ള കലങ്കിനും കൈവരി ഇല്ലാത്തത് ഏറെ നാളായി നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ ഒരു സൈഡിലത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി കുറവാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയുള്ള വലിയ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ എത്രയും വേഗം പഞ്ചായത്തിൻ്റെ ഇത് ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കാര്യമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി എല്ലാം ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഞാനാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ ആയിക്കഴിഞ്ഞ പിന്നെ ഇത് 2ാമത്തെ അപകടമാണ്. അതിനു മുമ്പ് ആണെങ്കിൽ 3 അപകടങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഇത് പ്രാർത്ഥിക്കുന്നത്. ഈ തോടാണെങ്കിൽ ഏകദേശം ആണെങ്കിൽ ഈ 9-ാം വാർഡിൽ നിന്ന് അവിടം വരെയുള്ള എന്ന് വെച്ചാൽ 850 മീറ്ററാണ് ഉള്ളത്. ഏകദേശം ആണെങ്കിൽ 8 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഉത്തരപ്പള്ളിയാറിൻ്റെ ഒരു ദൈർഘ്യമേറിയ ഒരു റൂട്ടാണ് ഇതുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്ക് റോഡിൻ്റെ സ്ഥലമില്ല, ഒഴുക്കില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. നമ്മുടെ ഈ യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ളത് റോഡിന് വീതി ഇല്ലാത്തതാണ് മെയിൻ കാരണം. അപ്പോൾ തീർച്ചയായും ആ റോഡിന് കുറച്ചും കൂടി വീതി ആവശ്യമാണ്. അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ പ്രസിഡൻറ്റും വാർഡ് മെമ്പറും ഒക്കെ ഇവിടെയുണ്ട്. അവർ കമ്മിറ്റി കൂടി അതിനെക്കുറിച്ച് ആലോചിച്ച് സ്കൂൾ ബസ്സൊക്കെ വന്ന് തിരിഞ്ഞു പോകുമ്പോൾ അപകടമുണ്ടായാൽ അനവധി കുഞ്ഞുങ്ങളുടെ ജീവൻ അതൊരു ഭീഷണിയായിരിക്കും. അതുണ്ടാവുന്നതിന് മുൻപ് അത്തരം ഒരു കരുതലുണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും. അതേസമയം തയ്യിൽപ്പടി ജംഗ്ഷനിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ പരാതി ലഭിച്ചുവെന്നും കമ്മിറ്റിയിൽ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും പ്രസിഡന്റ് അനീഷ ബിജു പറഞ്ഞു. പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇത് നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ വീതി കുറവാണ്. നമുക്ക് ഈ പോസ്റ്റ് മാറ്റിയിട്ടുകൊണ്ട് കുറച്ചുകൂടെ വീതി ആറിൻ്റെ സൈഡിൽ എടുത്തുകൊണ്ട് പിന്നെ നമുക്ക് ഈ കമ്മിറ്റി വെച്ചിരിക്കുന്ന കത്ത് റെസൊല്യൂഷൻ പാസ്സാക്കി റവന്യൂവിന് തന്നെ കൊടുക്കാം. കാരണം റവന്യൂക്കാർ ഇടപെട്ടെങ്കിൽ മാത്രമേ ഈ ആറിൻ്റെ മുകളിലൂടെ കുറച്ചുകൂടെ വീതി കൂട്ടി സ്ലാബ് വല്ലതും ഇട്ട് വീതി കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ കൈവരിയും വെച്ചെങ്കിൽ മാത്രമേ ഈ അപകടം ഉണ്ടാകാതെ തടയാനൊക്കത്തുള്ളൂ. നമുക്കറിയാം ധാരാളം സ്കൂൾ ബസ്സുകളൊക്കെ ഇതുവഴി പോകുന്നതാണ്. ആ സ്കൂൾ ബസ്സുകളൊക്കെ ആ എൻഡിൽ തന്നെയാണ് കൊണ്ട് നിർത്തുന്നത്. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാം. CDNet ന്യൂസ് ചെങ്ങന്നൂർ.